വെൽക്കം ബാക്ക്. ഒരു ബിസിനസ് സംരംഭകയാവുക എന്നത് പല സ്ത്രീകളുടെയും സ്വപ്നമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സ്വപ്നത്തിലേക്ക് ചുവടുവെച്ച യുവ സംരംഭകയാണ് റോസ എബ്രഹാം. കൊസാവ എന്ന പോട്ടറി സ്റ്റുഡിയോയിലൂടെ കഴിഞ്ഞ 3 വർഷമായി തലസ്ഥാന നഗരിയിൽ കളിമണ്ണിൽ വേറിട്ട ശില്പങ്ങളും മൺപാത്രങ്ങളും ഒരുക്കിയെടുക്കുകയാണ് റോസ. തിരുവനന്തപുരം നന്ദൻകോട്ടെ കൊസാവ സെറാമിക് പോട്ടറി സ്റ്റുഡിയോയിലെത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. റോസ എബ്രഹാം എന്ന യുവ സംരംഭക കളിമണ്ണ് കൊണ്ട് മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങളെ നിർമ്മിച്ചെടുക്കുന്ന തിരക്കുകളിലാണ്. കുട്ടിക്കാലത്ത് എപ്പോഴോ കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ആഗ്രഹം റോസയുടെ മനസ്സിൽ കയറിക്കൂടിയതാണ്. പിന്നീടത് റോസയുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചു. ഒരു എക്സിബിഷൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലേയിൽ വർക്ക് ചെയ്തായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഇച്ചിരി ഒരു പോട്ടറിൻ്റെ അടുത്ത്, ട്രഡീഷണൽ പോട്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ ഇച്ചിരി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ വെച്ച് നിന്നുപോയി. പിന്നെ കോളേജിൽ പോയപ്പോഴാണ് പിന്നെ ആ ഇൻട്രസ്റ്റ് വന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരുതരം അലർജി വന്നതോടെ കളിമൺ പാത്ര നിർമ്മാണം നിർത്തേണ്ടി വന്നു. പിന്നീട് കളിമണ്ണ് കൈകൊണ്ട് തൊടുന്നത് ജയ്പൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈനിൽ നിന്നും മാസ്റ്റേഴ്സിൽ ബിരുദമെടുത്തുകൊണ്ടായിരുന്നു. അച്ഛൻ എബ്രഹാമിന് ബിസിനസ്സാണ്. അമ്മ ബെറ്റി നല്ലൊരു ഡിസൈനറുമാണ്. അതാകാം പഠനം കഴിഞ്ഞതോടെ റോസയ്ക്ക് സ്വന്തമായൊരു പോട്ടറി സ്റ്റുഡിയോ ആരംഭിക്കുന്നതിന് കരുത്തു നൽകിയതും. തുടക്കത്തിൽ ഈ എക്സിബിഷൻസിന് പോയിട്ട് അവിടുന്ന് വരുന്ന ക്ലയൻസ് ആയിരുന്നു തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പം അവിടെ സാധനം വാങ്ങിച്ച ആൾക്കാർ പിന്നെയും ഓർഡേഴ്സ് തരുമായിരുന്നു. ഇപ്പൊ പിന്നെ ഇൻസ്റ്റഗ്രാം വഴി ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ നിർമ്മാണ രീതിയാണ് റോസ അവലംബിച്ചിട്ടുള്ളത്. വിപണിയുടെ ഇടനിലക്കാരൻ ഇൻസ്റ്റാഗ്രാമാണ്. ആവശ്യക്കാർ നൽകുന്ന ഓർഡർ അനുസരിച്ചാണ് ഗിഫ്റ്റുകളടക്കം റോസ നിർമ്മിച്ചു നൽകുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന്റെ താക്കോൽ നമ്മുടെ കൈവെള്ളയിലാണെന്ന് പറയാറില്ലേ? ഇവിടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി റോസ എബ്രഹാം കളിമണ്ണിലൂടെ സ്വന്തം ജീവിതം നിർമ്മിച്ചെടുക്കുന്ന തിരക്കുകളിലാണ്. സ്വന്തം അഭിരുചി കണ്ടെത്തി ജീവിത വിജയത്തിന്റെ പച്ചത്തുരുത്തിലേക്കുള്ള റോസയുടെ യാത്രയ്ക്ക് ഇനിയും കാതങ്ങൾ താണ്ടേണ്ടതുണ്ട്. അതിന് ഞങ്ങളുടെയും ആശംസകൾ നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷോ പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.